ഞങ്ങൾ അടുത്തത് തിരുപ്പതി അമ്പലത്തിലേക്ക് പോവുകയാണ്. മിനി തിരുപ്പതി, കന്യാകുമാരിയിലുള്ള തിരുപ്പതി ക്ഷേത്രം. അപ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ ആ തിരുപ്പതി അമ്പലത്തിൽ പോകുന്ന അതേ ഒരു ഫീലാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരുമായിട്ട്. അങ്ങോട്ടാണ്ട് തിരുപ്പതി അമ്പലം, അത് ഭയങ്കര വലിയൊരു അമ്പലമാണ്. അത് ഞങ്ങൾക്ക് അറിഞ്ഞേ കൂടായിരുന്നു ഇങ്ങനൊരു അമ്പലം ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ജമുന, എൻ്റെ യോഗ സ്റ്റുഡൻ്റാണ്, അതെനിക്ക് പറഞ്ഞു തന്നതാണ്. നിങ്ങളിവിടെയും കൂടെ എന്തായാലും ടീച്ചറെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും വണ്ടിക്കകത്ത് ഒന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങി ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് പോവുകയാണ്. നല്ല അമ്പലമാണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരുപ്പതി നിൽക്കുന്ന അതേ ഫീലാണ്. അപ്പോൾ നമുക്ക് അവിടെ എപ്പോഴും ഒന്ന് ഓടിച്ചെന്ന് ഭഗവാനെ കാണാൻ പറ്റത്തില്ലല്ലോ, വെങ്കടാചലപതി ഭഗവാനെ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ അതേ വിഗ്രഹമൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് തൊഴാമല്ലോ. നമുക്ക് അവിടം വരെ ഒന്നും പോകാൻ സാധിക്കാത്തവർക്ക് ഇവിടെ വന്ന് ഭഗവാന്റെ ദർശനം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നതാണ്. എല്ലാ അമ്പല ദർശനങ്ങളായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇവിടെയും കൂടെ തൊഴുതിട്ട് ഞങ്ങളങ്ങ് നാട്ടിലോട്ട് കൊല്ലത്തോട്ട് പോകാനായിട്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പ് കയറണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് സ്റ്റെപ്പ് കയറി എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. നല്ല വെയിലായിരുന്നു. ഞങ്ങൾ പോയ സമയത്തൊരു ഉച്ചയായിരുന്നു. ശ്രുതിസായി അമ്പലത്തിൽ പോയിട്ട് ഇവിടെ വന്നതാണ്. നല്ല ഉച്ചയാണ്. ഭഗവാനെ ദർശിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് നല്ലൊരു യാത്രയായിരുന്നു. അതൊരു മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. കുടുംബത്തിലെല്ലാവരുമായിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരു തടസ്സവും ഇല്ലാതെ ഇതുവരെ നമുക്ക് എല്ലായിടവും പോകാനും സാധിച്ചു. അതൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കുകയാണ്. ദാണ്ട ഭഗവാൻ അമ്പലമാണിത്. അമ്പലത്തിൻ്റെ ചുറ്റുമുള്ളതാണ് നിങ്ങൾ കാണുന്നത്. നല്ല കാറ്റൊക്കെയാണ് അവിടെ. കന്യാകുമാരി നമ്മൾ അവിടെ പോകുന്ന കണക്കുള്ളൊരു കാറ്റുണ്ടായിരുന്നു. റോക്കിൽ പോകുന്നതിൻ്റെ പോലൊരു കാറ്റ്. നല്ല ഉച്ചയാണെങ്കിലും നല്ല സുഖമായിരുന്നു അവിടെ നിൽക്കാൻ. നല്ല കല്ലിലൊക്കെ കൊത്തി ഇങ്ങനെ വലിയൊരു അമ്പലമാണ്. ഇവിടെ ഓരോരോ ചെറിയ അമ്പലങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് അകത്തെ വിഗ്രഹം ഒരമ്പലത്തിലും എടുക്കാൻ സാധിക്കത്തില്ലല്ലോ. അകത്ത് നല്ല വലിയൊരു പ്രതിമയാണ് നിൽക്കുന്നത്. നമുക്ക് നന്നായിട്ട് തൊഴാനും ആ തിരുമേനി ഇങ്ങനെ നമ്മുടെ നാളും പേരും ഒക്കെ പറഞ്ഞ് എന്തോ പൂജയൊക്കെ ചെയ്ത് ഞങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ എന്തൊക്കെ ചെയ്ത് അതൊക്കെ കണ്ട് നമുക്ക് തൊഴാൻ പറ്റി. അതൊരു ഭാഗ്യം തന്നെയാണ്. അതിൻ്റെ ഈ ചുറ്റുമൊക്കെ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റാണ് അവിടെ. നല്ല നട്ടു ഉച്ചയായിരുന്നു ഞങ്ങൾ പോയ സമയം. എന്നിട്ട് ഒരു 12 മണി 12:30 ഒക്കെ കഴിഞ്ഞു. പക്ഷേ എന്നിട്ട് നല്ല കാറ്റും ഒരു കന്യാകുമാരി നിൽക്കുന്ന അതേ ഫീല് തന്നെയായിരുന്നു. അതിൻ്റെ സൈഡൊക്കെയാണ്. നല്ല കാറ്റ് കൊണ്ടാണ് ഇതിങ്ങനെ ഷെയ്ക്കാവുന്നുണ്ട്. നടന്നെടുക്കുക. എല്ലാവരുമൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യുകയാണ്. നടന്ന് അവിടെ എല്ലാവരും വന്ന് ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് അതിനകത്ത്. നല്ല കാറ്റ് കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. നല്ല തണുത്ത കാറ്റ്. അമ്പലത്തിനകം കാണിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ല വിഗ്രഹമാണ്. നല്ലൊരു ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയതിൻ്റെ ഭഗവാന്റെ പ്രസാദവും ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ നമുക്ക് കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എല്ലാവരും കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് വരികയാണ്. ഭഗവാന്റെ സഹായം കൊണ്ട് നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാതെ എല്ലാ അമ്പലങ്ങളിലും പോകാൻ സാധിക്കും. ഞങ്ങളുടെ കന്യാകുമാരി യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങൾ താമസ റൂം ഹോട്ടൽ വിഷ്ണുറാം കന്യാകുമാരി. നല്ല സർവീസൊക്കെ ആയിരുന്നു. വളരെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പോൾ ട്രെയിനിൽ പോവുക. ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.
पंजाब से